നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. വാഴക്കുളം പരീക്കപ്പീടികയിൽ KSRTC ബസും ഇരുചക്രവാഹനവും കൂട്ടിയിടിച്ച് അപകടം. യുവാവിന് ദാരുണാന്ത്യം. ബുധനാഴ്ച പുലർച്ചെയുണ്ടായ അപകടത്തിൽ പാലക്കുഴ സ്വദേശി അഖിലാണ് മരിച്ചത്. മൂവാറ്റുപുഴയിൽ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വാക്പോര്. സോഷ്യൽ ഓഡിറ്റിംഗിന് മാത്യു കുഴൽനാടൻ തയ്യാറാകണമെന്ന് LDF സ്ഥാനാർത്ഥി N അരുൺ. പൊളിറ്റിക്കൽ ഓഡിറ്റും ഫിനാൻഷ്യൽ ഓഡിറ്റും നടത്താമെന്ന മറുപടിയുമായി മാത്യു കുഴൽനാടൻ. മൂവാറ്റുപുഴ മോഡൽ ഹൈസ്കൂൾ ഭാഗത്ത് വെള്ളമില്ല. KSEBയുടെ UG കേബിൾ സ്ഥാപിക്കുന്നതിന്റെ ഇടയിൽ പൈപ്പ് ലൈൻ തകർന്നു. പ്രദേശത്ത് ഭാഗികമായി വെള്ളം വിതരണം നിലച്ചു. N അരുണിന്റെ തെരഞ്ഞെടുപ്പ് പൊതുപര്യടനം രണ്ടാം ദിവസവും തുടർന്നു. ആരക്കുഴ, പാലക്കുഴ പഞ്ചായത്തുകളിൽ പൊതുപര്യടനം നടത്തി. ആയവന, കല്ലൂർക്കാട് പഞ്ചായത്തുകളിൽ വോട്ട് തേടി 2020 NDA സ്ഥാനാർത്ഥി. വോട്ടർമാരെ പരമാവധി നേരിൽ കണ്ട് സണ്ണി തോമസ് കടുത്താഴെ. വാർത്തകൾ വിശദമായി. വാഴക്കുളം പരീക്കപ്പീടിയിൽ KSRTC ബസും ഇരുചക്രവാഹനവും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ബുധനാഴ്ച പുലർച്ചെയുണ്ടായ അപകടത്തിൽ പാലക്കുഴ പടിഞ്ഞാറേക്കരയിൽ വിജയന്റെ മകൻ അഖിലാണ് മരിച്ചത്. മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ KSRTC ബസും ഇരുചക്രവാഹനവും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ബുധനാഴ്ച പുലർച്ചെ 12:30 ഉണ്ടായ അപകടത്തിൽ പാലക്കുഴ അമ്പലംകുന്ന് പടിഞ്ഞാറേക്കരയിൽ വിജയന്റെ മകൻ അഖിലാണ് മരിച്ചത്. ഒപ്പം സഞ്ചരിച്ച ബന്ധു രാജമ്മയ്ക്കും അപകടത്തിൽ പരിക്കേറ്റു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അഖിലിനെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാജമ്മയെ നിസാര പരിക്കുകളോടെ തൊടുപുഴയിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഴക്കുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. തോട്ടത്തിൽ ഫാഷൻ ജുവലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. മൂവാറ്റുപുഴയിൽ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വാക്പോര് മുറുകുന്നു. സോഷ്യൽ ഓഡിറ്റിംഗിന് മാത്യു കുഴൽനാടൻ തയ്യാറാകണമെന്ന LDF സ്ഥാനാർത്ഥി N അരുണിന്റെ ചോദ്യത്തിന് പൊളിറ്റിക്കൽ ഓഡിറ്റിംഗും ഫിനാൻഷ്യൽ ഓഡിറ്റും നടത്താമെന്ന മറുപടിയുമായി മാത്യു കുഴൽനാടൻ രംഗത്ത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശം കൊടുമുടിയിലെത്തിച്ച് മൂവാറ്റുപുഴയിലെ സ്ഥാനാർത്ഥികൾ തമ്മിൽ വാക്പോര് മുറുകുന്നു. LDF സ്ഥാനാർത്ഥി N അരുൺ ഉന്നയിച്ച സോഷ്യൽ ഓഡിറ്റിംഗ് വെല്ലുവിളി ഏറ്റെടുക്കുന്നതായി UDF സ്ഥാനാർത്ഥിയും നിലവിലെ MLAയുമായ മാത്യു കുഴൽനാടൻ. MLAയ്ക്ക് സ്വന്തമായി അവകാശപ്പെടാൻ ഒരു പദ്ധതിയെങ്കിലും പറയാനുണ്ടോ എന്നും കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കാൻ MLA തയ്യാറുണ്ടോ എന്നായിരുന്നു അരുണിന്റെ ചോദ്യം. വികസന പദ്ധതികൾ ഓരോന്നും അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ മേനി നടിക്കുന്ന ആ UDFകാരോട്, ആ UDFന്റെ നേതാവിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അതിൽ ഒരു പദ്ധതി പോലും ഇപ്പോഴത്തെ മൂവാറ്റുപുഴ MLAക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല. അതുൾപ്പെടെ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് MLAയെ സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കും. അത്തരത്തിൽ ഒരു വർത്തമാനം ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ടോ എന്ന് പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും പറഞ്ഞു പോവുകയാണ്. എന്നാൽ സോഷ്യൽ ഓഡിറ്റ് അല്ല, പൊളിറ്റിക്കൽ ഓഡിറ്റിനും തയ്യാറാണെന്ന മറുപടിയുമായി മാത്യു കുഴൽനാടൻ രംഗത്തെത്തിയിരിക്കുന്നത്. UDF നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വെച്ചാണ് മാത്യു കുഴൽനാടൻ അരുണിന് മറുപടി നൽകിയത്. സോഷ്യൽ ഓഡിറ്റ് മാത്രമല്ല, വേണമെങ്കിൽ പൊളിറ്റിക്കൽ ഓഡിറ്റും ഫിനാൻഷ്യൽ ഓഡിറ്റും നടത്താം. ജനങ്ങളെ സാക്ഷി നിർത്തി എന്നെ വിചാരണ ചെയ്യുന്നതിന് സർവാത്മന സ്വാഗതം ചെയ്യുന്നു. അങ്ങ് നിശ്ചയിക്കുന്ന സമയത്ത് അങ്ങ് പറയുന്ന വേദിയിൽ ഞാൻ വരാം. പക്ഷേ തിരിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ അങ്ങും തയ്യാറാകണം, കുഴൽനാടൻ പറഞ്ഞു. എന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഒരു സോഷ്യൽ ഓഡിറ്റിന് തയ്യാറാണോ എന്ന് മറുപക്ഷം ചോദിച്ചാൽ നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, 100% എന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ പ്രിയ സുഹൃത്തിനോട് ഞാൻ പറയുന്നു, സോഷ്യൽ ഓഡിറ്റിന് മാത്രമല്ല, സോഷ്യൽ ഓഡിറ്റ് ആവാം, പൊളിറ്റിക്കൽ ഓഡിറ്റ് ആകാം, ഫിനാൻഷ്യൽ ഓഡിറ്റ് ആകാം. ഈ 3 കാര്യത്തിലും മൂവാറ്റുപുഴയുടെ ജനപ്രതിനിധി വിചാരണ ചെയ്യപ്പെടുന്നതിനെ ഞാൻ സർവാത്മ സ്വാഗതം ചെയ്യുകയാണ്. അങ്ങറിയണം, അങ്ങ് മനസ്സിലാക്കണം, എന്നെ പ്രതി സോഷ്യൽ ഓഡിറ്റും എന്നെ പ്രതി പൊളിറ്റിക്കൽ ഓഡിറ്റും എന്നെ പ്രതി ഫിനാൻഷ്യൽ ഓഡിറ്റും അങ്ങയുടെ നേതാവ് നേതൃത്വം നൽകുന്ന ഈ സർക്കാർ കഴിഞ്ഞ 2-3 വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ അങ്ങേക്ക് തൃപ്തി വന്നില്ല എങ്കിൽ അങ്ങാണ് ചോദിച്ചത് എന്നതുകൊണ്ട് അങ്ങ് തീരുമാനിക്കുന്ന സ്ഥലം, അങ്ങ് തീരുമാനിക്കുന്ന സമയം, അങ്ങ് തീരുമാനിക്കുന്ന വേദി ഞാൻ അവൈലബിൾ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ലളിതമായി ചെറിയ രീതിയിൽ അങ്ങയോടും ഒരു ചോദ്യം ഞങ്ങൾ ചോദിക്കും. അങ്ങ് ഒരു സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഓഡിറ്റിന് തയ്യാറാണോ? അങ്ങ് 5 വർഷക്കാലം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. ആ 5 വർഷക്കാലത്തെ അങ്ങയുടെ പ്രവർത്തനം ഓഡിറ്റ് ചെയ്യപ്പെടുന്നതിൽ അങ്ങേക്ക് വിരോധമുണ്ടോ? ഞാൻ നിർബന്ധിക്കില്ല. അങ്ങ് തയ്യാറാണെങ്കിൽ മാത്രം എന്റെ 5 വർഷത്തെ പ്രവർത്തനവും അങ്ങയുടെ 5 വർഷത്തെ പ്രവർത്തനവും മൂവാറ്റുപുഴയിലെ ജനങ്ങൾ പരിശോധിക്കട്ടെ.
ഞാൻ രണ്ടാമതൊരു ചോദ്യം ചോദിക്കും, അങ്ങൊരു പൊളിറ്റിക്കൽ ഓഡിറ്റിന് തയ്യാറാണോ? നമ്മുടെ മുമ്പിൽ ഞാൻ MLA ആയി വരുന്നതിന് മുമ്പ് ഈ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നു വന്നില്ലേ? നമ്മളൊക്കെ ആത്യന്തികമായി രാഷ്ട്രീയ പ്രവർത്തകരാണ്, പൊതുപ്രവർത്തകരാണ്. MLA എന്ന സ്ഥാനം, MP എന്ന സ്ഥാനം ഇന്നോ നാളെയോ നഷ്ടപ്പെടാം, ഇല്ലാതാകാം, മാറാം. പക്ഷെ അപ്പോഴൊക്കെ നമ്മളൊരു പൊതുപ്രവർത്തകരാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം ഒരു നേർക്കുനേർ സംവാദത്തിന് വഴി തുറക്കുമെന്നാണ് വോട്ടർമാർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. വരും ദിവസങ്ങളിൽ പ്രചാരണം കൂടുതൽ ശക്തമാകുന്നതോടെ വെല്ലുവിളികൾ ഏറ്റെടുത്ത സ്ഥാനാർത്ഥികൾ സംവാദവേദിയിൽ എത്തുമോ എന്ന് കാത്തിരുന്നു കാണണം. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ മോഡൽ ഹൈസ്കൂൾ ഭാഗത്ത് വെള്ളം എത്തുന്നില്ലെന്ന് പരാതി. KSEBയുടെ UG കേബിൾ സ്ഥാപിക്കുന്നതിന്റെ ഇടയിൽ പൈപ്പ് ലൈൻ തകർന്നതോടെയാണ് പ്രദേശത്ത് ഭാഗികമായി വെള്ള വിതരണം നിലച്ചത്. 2 ദിവസമായി പൈപ്പ് ലൈൻ പൊട്ടിയതോടെ പ്രദേശത്ത് വെള്ളവിതരണം പകൽ സമയങ്ങളിൽ മുടങ്ങിയത്. പൈപ്പ് തകർന്നതിനെ തുടർന്ന് സമീപത്തെ കിണറ്റിലേക്ക് വെള്ളം നിറഞ്ഞു വരുന്നതുമൂലം ഉടമ വാട്ടർ അതോറിറ്റിയിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പൈപ്പ് പൊട്ടിയത് കണ്ടുപിടിക്കുന്നതിനായി പ്രവർത്തനം ആരംഭിച്ചത്. നിലവിൽ ഇതുവരെ ഏതു ഭാഗത്താണ് പൈപ്പ് പൊട്ടിയത് എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ 2 ദിവസവും വൈകുന്നേരങ്ങളിൽ പണി തീർക്കുമ്പോൾ ജനങ്ങൾക്ക് വെള്ളം തുറന്നുവിട്ട് അവർക്ക് സുഗമമായി വെള്ളം ലഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നുണ്ടെന്നും വാർഡ് കൗൺസിലർ ജിനു ആന്റണി പറഞ്ഞു. പൂർണ്ണ തോതിലുള്ള ജലവിതരണം ആരംഭിക്കുമെന്നുള്ളതാണ് വാട്ടർ അതോറിറ്റി നിന്ന് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഇത് സംഭവിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് KSEBയുടെ UG കേബിൾ അണ്ടർഗ്രൗണ്ട് കേബിൾ ഇടുന്നതുമായി ബന്ധപ്പെട്ട് KSEBക്കാർ തുളച്ചപ്പോൾ സംഭവിച്ചതാണ്. അവർ ഈ സമയത്ത് തുളയ്ക്കരുത് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി ആ ജോലി അവിടെ നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ നിലവിലത് സ്കാൻ ചെയ്ത് ഏതൊക്കെയാണ് പൈപ്പ് ലൈൻ പോകണമെന്നതൊക്കെല്ലാം മനസ്സിലാക്കിയാണ് ചെയ്തതെങ്കിലും എവിടെയോ അവർക്ക് ചെറിയ പിഴവ് സംഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത്. ഇത് ഏക്കാലും ഇന്ന് തന്നെ ക്ലിയർ ചെയ്യുമെന്നുള്ളതാണ് വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. സാധാരണക്കാരായ ജനങ്ങൾ അതുവഴി സഹകരിച്ച് പോകുന്നു. പരമാവധി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ വെള്ളം സപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. KSEBയുടെ UG കേബിൾ സ്ഥാപിക്കുന്നതിന്റെ ഇടയിൽ പൈപ്പ് ലൈൻ തകർന്നതോടെയാണ് പ്രദേശത്ത് ഭാഗികമായി വെള്ളവിതരണം നിലച്ചത്. ഇന്ന് തന്നെ വെള്ളവിതരണം പുനഃസ്ഥാപിക്കാമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടുണ്ടെന്നും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ വെള്ളവിതരണം ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നും കൗൺസിലർ പറഞ്ഞു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. N. അരുണിന്റെ തെരഞ്ഞെടുപ്പ് പൊതുപര്യടനം 2ാം ദിവസവും തുടരുന്നു. ആരക്കുഴ, പാലക്കുഴ പഞ്ചായത്തുകളിലാണ് പൊതുപര്യടനം നടത്തിയത്. LDF സ്ഥാനാർത്ഥി N. അരുണിന്റെ തെരഞ്ഞെടുപ്പ് പൊതുപര്യടനം 2ാം ദിനവും തുടരുന്നു. ആരക്കുഴ, പാലക്കുഴ പഞ്ചായത്തുകളിലായിരുന്നു അരുണിന്റെ പൊതുപര്യടനം. ആരക്കുഴ പഞ്ചായത്തിലെ നെല്ലൂർ കവലിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PR മുരളീധരൻ പര്യടനം ഉദ്ഘാടനം ചെയ്തു. കോവിഡിന് ശേഷം ഇതര സംസ്ഥാനങ്ങളെല്ലാം തന്നെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു. പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധികളിൽ. പക്ഷെ കേരളം മാത്രം അനുസ്യൂതം ദ്രുതഗതിയിൽ ആ പ്രവർത്തനങ്ങൾ തുടരുകയായിരുന്നു. ആ പ്രവർത്തനം നടത്തിയ ഗവൺമെന്റിനെ 3ാമതും അധികാരത്തിൽ കൊണ്ടുവരണം എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണ്. ഗവൺമെന്റിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ അതിന്റെ ഭാഗമാകാത്ത, അതിന്റെ അംശം തൊട്ട് കടന്നുപോകാത്ത ആരും തന്നെ കേരളത്തിലില്ല എന്നുള്ളതാണ് വസ്തുത. ഇതൊക്കെയാണ് വസ്തുത എന്നിരിക്കെ ബോധപൂർവം ഇടത് ഗവൺമെന്റിനെ ഇല്ലായ്മ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ അട്ടിമറിക്കാൻ, ഇകഴ്ത്തി കാണിക്കാൻ ഇടത് വിരുദ്ധ സംഘങ്ങൾ സജീവമായി ഇറങ്ങിയിട്ടുണ്ട്. തുടർന്ന് പള്ളിത്താഴം, പെരുമ്പല്ലൂർ, കണ്ണങ്ങാടി, ഉപ്പുകണ്ടം, മൂഴി, മാളികപ്പീടിക, മേമടങ്ങ്, PO ജംഗ്ഷൻ, മേമടങ്ങ് പള്ളിത്താഴം, തോട്ടക്കര, പണ്ടപ്പിള്ളി, ലക്ഷ്മംവീട്, ആറൂർ, ചാന്തിയത്ത് സമാപിച്ചു. ഉച്ചകഴിഞ്ഞ് പാലക്കുഴ പഞ്ചായത്തിലെ വടക്കൻ പാലക്കുഴിയിൽ നിന്നാരംഭിച്ച പ്രകടനം ഉപ്പുകണ്ടം, കാപ്പിപ്പള്ളി, കാവുംഭാഗം, മൂങ്ങാംകുന്ന്, കാരമല, പുളിഞ്ചുവട്, ഇല്ലിക്കുന്ന്, മാറുക, പള്ളിത്താഴം, മാടക ടൗൺ, മാടക കുട്ടിക്കവല, വാരിശ്ശേരിത്താഴം, അടയാനിച്ചുവട്, പുളിക്കമാൽ, കാരമ, കോഴിപ്പിള്ളി, പാലനിൽക്കും തടം എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി സെൻട്രൽ പാലക്കുഴിയിൽ സമാപിച്ചു. സ്വീകരണ കേന്ദ്രങ്ങളിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകൾ പൂക്കളും പഴവർഗ്ഗങ്ങളും അടക്കമുള്ള കാർഷിക വിളകൾ നൽകി സ്ഥാനാർത്ഥിയെ വരവേറ്റു. MCS Hospital, we take care of your health. UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടന്റെ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. വരുന്ന തെരഞ്ഞെടുപ്പിൽ LDFന്റെ പരാജയം ജനങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞുവെന്നും UDF 100 സീറ്റുകൾ നേടി അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും ഫ്രാൻസിസ് ജോർജ് NB. UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടന്റെ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. മേള ഓഡിറ്റോറിയത്തിൽ നടത്തിയ കൺവെൻഷൻ ഫ്രാൻസിസ് ജോർജ് MB ഉദ്ഘാടനം ചെയ്തു. വരുന്ന തെരഞ്ഞെടുപ്പിൽ LDFന്റെ പരാജയം ജനങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞുവെന്നും UDF 100 സീറ്റുകൾ നേടി അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും ഫ്രാൻസിസ് ജോർജ് MB പറഞ്ഞു.
AKGയെ പോലുള്ള എത്രയോ നേതാക്കന്മാർ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഭരണ സംവിധാനത്തിൽ ഒക്കെ ഭരണം കൈയാളിയിട്ടുണ്ട്. ഉന്നതമായിട്ടുള്ള മുഖ്യമന്ത്രി പോലുള്ള പദവികൾ ഇരുന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും കാണാത്ത രീതിയിലുള്ള അങ്ങേയറ്റം ധാർഷ്ട്യം നിറഞ്ഞ ഒരു സമീപനം. ആ സമീപനമാണ് കഴിഞ്ഞ 10 വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കെടുതികളാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ആ കെടുതികളിൽ നിന്ന് നമുക്കൊരു മോചനം വേണമെന്നുണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല, ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന്, എന്നാൽ പോലും കുറച്ച് സമയമെടുക്കും. ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ 5-6 മാസം കൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തി നമുക്കൊരു ട്രാക്കിലേക്ക് വരാനായിട്ട് കഴിയും. പക്ഷെ ഐക്യ ജനാധിപത്യ മുന്നണി ഈ കാര്യത്തിൽ എന്ത് ചെയ്യുമെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള സൂചന ഈ യാത്രയിലുടനീളം ആദരണീയനായ പ്രതിപക്ഷ നേതാവും മറ്റ് നേതാക്കന്മാരും എന്താണ് പറഞ്ഞത്? നമ്മുടെ യാത്ര നടന്നത് വെറുതെ ഇന്ന് അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിനെ വിമർശിക്കാനോ ആരോപണങ്ങൾ ഉന്നയിക്കാനോ വേണ്ടിയല്ല. പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. പക്ഷേ അധികാരത്തിൽ വന്നാൽ, ആ UDF അധികാരത്തിൽ വന്നാൽ എന്തൊക്കെയാണ് ഓരോ മേഖലകളിലും ചെയ്യാൻ പോകുന്നത്? കേരളത്തിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള മേഖലകൾ, അത് വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം തുടങ്ങി അടിസ്ഥാന സൗകര്യ വികസനം, കേരളത്തിന്റെ സാധ്യതാ മേഖലകളായിട്ടുള്ള IT, ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ നമ്മൾ അധികാരത്തിൽ വന്നാൽ എന്താണ് ചെയ്യുക? നമുക്കൊരു ഓൾട്ടർനേറ്റീവ്, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കണം. ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ നമുക്ക് മൂവാറ്റുപുഴയ്ക്ക് അഭിമാനം പകർന്നുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ 5 വർഷക്കാലത്തെ പ്രവർത്തനം, ഒരു നിയമസഭാ സാമാജികൻ അല്ലെങ്കിൽ ഒരു പാർലമെന്റ് അംഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് പാർലമെന്റിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും ആ പ്രവർത്തനങ്ങളുമായി ഏറ്റവും നല്ല രീതിയിൽ ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കന്നിക്കാരനായിരുന്നിട്ട് പോലും പരിണിതപ്രജ്ഞനായ ഒരു സാമാജികന്റെ നിലവാരത്തിലേക്ക് ഉയർന്ന വെറും 5 വർഷക്കാലത്തിനിടയിൽ തുടക്കം മുതൽ തന്നെ ഈ പറയുന്നത് പോലുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ, അഴിമതിക്കെതിരെ നിരന്തരമായിട്ടുള്ള പോരാട്ടം നടത്താൻ, അത് എത്ര ഉന്നതനാണെങ്കിലും, കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ധിക്കാരവും ധാർഷ്ട്യവും എല്ലാം ഉള്ള ഒരു സ്വഭാവ രീതിയുള്ള അദ്ദേഹത്തെ പോലും വെല്ലുവിളിക്കുകയല്ല, കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ നേരെ നോക്കി, മുഖത്ത് നോക്കി പറയാൻ ധൈര്യം കാണിച്ച പ്രിയങ്കരനായ ശ്രീ മാത്യു കൊള്ളനാടൻ തീർച്ചയായിട്ടും എനിക്ക് യാതൊരു സംശയവുമില്ല മൂവാറ്റുപുഴയുടെ അഭിമാനമാണ്. അദ്ദേഹത്തെ മൂവാറ്റുപുഴക്കാർ, ഈ നിയോജക മണ്ഡലത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികൾ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കും. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സർക്കാർ എല്ലാ മേഖലയിലും പരാജയമാണ്. വിശ്വാസികളെ ഇത്രയും ദ്രോഹിച്ച LDF സർക്കാർ ശബരിമല കൊള്ളയടിച്ചുവെന്ന് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞു. നമ്മുടെ മേൽ നമ്മൾ വലിയ വഞ്ചിക്കപ്പെട്ട ഒരു ജനസമൂഹമാണ് നിങ്ങൾക്കറിയാമോ? 6 ലക്ഷം കോടി രൂപയുടെ കടക്കണിയിലാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്. നിങ്ങൾ മാത്രമല്ല, റോട്ടിൽ കൂടെ നമ്മൾ കാണുന്ന എല്ലാ ആളും 6 ലക്ഷം കോടി എന്നൊന്നും എഴുതിപ്പോകാം ഒരു പേപ്പർ എടുത്തിട്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യമല്ല. 1 ലക്ഷം കോടി രൂപയുടെ കടമാണ് 65 വർഷം കൊണ്ട് സംസ്ഥാനത്തിനുണ്ടായത്. ഈ 10 വർഷം കൊണ്ടത് 6 ലക്ഷം കോടി രൂപയുടെ കടക്കണിയാണ്. ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിന്റെ മേലുള്ള ബാധ്യത 1.5 ലക്ഷം രൂപയാണ്. ജനിച്ചു വീണവർക്ക് മാത്രമല്ല, ഇപ്പൊ നമുക്കെല്ലാം ഉണ്ട് 1 ലക്ഷം. സ്ഥാനാർത്ഥി ഡോക്ടർ മാത്യു കുഴൽനാടൻ, ഡീൻ കുര്യാക്കോസ് MP, KM സലീം, KM അബ്ദുൾ മജീദ്, KM പരീദ്, PM അമീർ അലി, ജോസ് വള്ളമറ്റം, KG രാധാകൃഷ്ണൻ, ജോസ് പെരുമ്പിള്ളിക്കുന്നേൽ, ഉല്ലാസ് തോമസ്, ഹാജി PS സലീം, രാജു P നായർ, PP എൽദോസ്, സാബു ജോൺ, സുഭാഷ് കടക്കോട്, PA ബഷീർ, ഷൈസൺ P മാങ്ങഴ, വർഗീസ് മാത്യു, ജോയ്സ് മേരി ആന്റണി തുടങ്ങിയവർ പ്രസംഗിച്ചു. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. LDF സ്ഥാനാർത്ഥി N അരുണിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം യൂത്ത് വിത്ത് അരുൺ LDYF മൂവാറ്റുപുഴ മണ്ഡലം കൺവെൻഷൻ നടത്തി. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം KP ജയകുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി N അരുണിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം യൂത്ത് വിത്ത് അരുൺ LDYF മൂവാറ്റുപുഴ മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു. അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടത്തിയ കൺവെൻഷൻ DYFI സംസ്ഥാന കമ്മിറ്റി അംഗം KP ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ ഉപകാരപ്പെടുന്ന രീതിയിൽ മാറ്റുമ്പോൾ അതിനെ തകർക്കാൻ, ആ പദ്ധതിയെ ഇല്ലാതാക്കാൻ, അതുവഴി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങളെ ഇല്ലാതെയാക്കാൻ ബോധപൂർവം
ഇപ്പോഴത്തെ UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മാത്യു കുഴൽനാടൻ ശ്രമിച്ചിട്ടുണ്ട് എന്നത് നമ്മുടെ എല്ലാം മുമ്പിലുള്ള സത്യമാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ അവസാനം സഖാവിന്റെ കേരളത്തിലെ താരമാനം വയറായ പ്രശ്നങ്ങളുണ്ട്. ഒരു ഉളുപ്പുമില്ല. കിഫ്ബി വഴി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ കൂടി പങ്കാളിയായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ താല്പര്യം ഏറ്റെടുക്കാൻ വലിയ അവസരം കിട്ടിയ സഖാക്കളാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. ആ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കും എന്ന കാര്യത്തിനകത്ത് ഒരു സംശയവുമില്ല. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോ കുഴൽനാടൻ വീട്ടിലിരിക്കും, അരുൺ സഭയിലിരിക്കും, നിയമസഭയ്ക്കകത്തിരിക്കും എന്ന കാര്യത്തിനകത്ത് ഒരു സംശയവുമില്ല. AISF മണ്ഡലം സെക്രട്ടറി സൈജൽ പാലിയത്ത് അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ DYFI ബ്ലോക്ക് സെക്രട്ടറി ഫെബിൻ പി മൂസ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് അനീഷ് M മാത്യു, സെക്രട്ടറി ബാബു പോൾ, AIYF സംസ്ഥാന കമ്മിറ്റി അംഗം നിസാമുദ്ദീൻ, LDYF നേതാക്കളായ അഖിൽ പ്രകാശ്, ഫൗസിയ അലി, ബേസിൽ ജെയിംസ്, ഗോവിന്ദസ് കുന്നുംപടം, KK അനീഷ്, വിജയ് K ബേബി, രേഷ്മ ഷൈൻ, നന്ദന KS എന്നിവർ പങ്കെടുത്തു. ആയവന കല്ലൂർക്കാട് പഞ്ചായത്തുകളിൽ വോട്ട് തേടി മൂവാറ്റുപുഴ നിയോജക മണ്ഡലം 2020 NDA സ്ഥാനാർത്ഥി സണ്ണി തോമസ് കടുത്താഴെ. കല്ലൂർക്കാട് ശാന്തിഭവൻ, പോലീസ് സ്റ്റേഷൻ, സബ് രജിസ്ട്രാർ ഓഫീസ് എന്നിവിടങ്ങളിലായിരുന്നു സ്ഥാനാർത്ഥി വോട്ട് തേടിയത്. വോട്ടർമാരെ പരമാവധി നേരിൽ കണ്ട് വോട്ട് ചോദിച്ചും അഭിപ്രായം തേടിയുമായിരുന്നു സണ്ണി തോമസിന്റെ പ്രചരണം. വോട്ട് തേടിയെത്തിയ ഇടങ്ങളിൽ നിന്നെല്ലാം മികച്ച പ്രതികരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.